ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുകയാണ്. 9 സംസ്ഥാനങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിരവധി കെട്ടിടങ്ങളും റോഡുകളും തകർന്നു. ഒഡീഷയിലെ ബാലസോർ, മയൂർഭഞ്ച് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി പേരെ ഒഴിപ്പിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ബൽറാം. ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മിന്നൽ പ്രളയം, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ. ഇപ്പോൾ 9 സംസ്ഥാനങ്ങളിലാണല്ലോ ഓറഞ്ച് അലർട്ട് ഉള്ളത്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. കഴിഞ്ഞ 7 ദിവസമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറെ രൂക്ഷമായിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 2 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നതനുസരിച്ച് നിലവിപ്പോൾ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും റെഡ് അലർട്ട് ഇല്ല. എന്നാൽ 9 സംസ്ഥാനങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് പ്രളയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മഴ സാഹചര്യം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. അസം, നാഗാലാൻഡ്, മണിപ്പൂർ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഉള്ളത്. കഴിഞ്ഞ 3 ദിവസമായി അതിശക്തമായ മഴ ലഭിച്ചത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഹിമാചൽ പ്രദേശിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് തകരുന്ന സാഹചര്യങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലടക്കം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. 153ഓളം റോഡുകൾ അടച്ചത് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അറിയിക്കുന്ന വിവരം. അതേസമയം ഉത്തരാഖണ്ഡിൽ ഇന്നലെ മഴ അത്ര രൂക്ഷമായിരുന്നില്ല. മഴ നേരിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തു വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും സംസ്ഥാനത്ത് ഈ പ്രളയത്തെ തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഉത്തർകാശിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ 7 തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. ഹിമാചൽ പ്രദേശിലെ മണ്ഡി അടക്കമുള്ള മേഖലയിലാണ് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ മഴ പെയ്തതിനെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായത്. ഈ പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുന്നു. അതേസമയം ഒഡീഷയിലെ 2 ഇടങ്ങളിൽ ബാലസോർ, മയൂർഭഞ്ച് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് അതീവ രൂക്ഷമാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.